സ്വർഗത്തെ നോക്കി എനിക്കൊരു പിതാവുണ്ട് എന്ന് ഭൂമിയിൽ വിളിച്ചു പറയാനുള്ള ധൈര്യം ലഭിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. യേശുവിൻ്റെ ശിഷ്യന്മാർ വന്ന് പറയുന്നു, കർത്താവേ, യോഹന്നാൻ്റെ ശിഷ്യന്മാർ എല്ലാവരും അവൻ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു തരണം. ഈ സുവിശേഷ ഭാഗം വായിച്ചപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മടിയിലിരുത്തി ഒരു മനോഹരമായ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുന്ന, കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗം പോലെയാണ്. കുഞ്ഞുങ്ങൾ കഥ കേൾക്കാൻ ആഗ്രഹിച്ച് അമ്മയുടെ മടിയിൽ വന്നിരിക്കുന്നത് പോലെ യേശുവിൻ്റെ ശിഷ്യന്മാർ വളരെ പ്രാർത്ഥനയോടെ, ആവശ്യത്തോടെ, ആഗ്രഹത്തോടെ ക്രിസ്തുവിനോടൊന്ന് പ്രാർത്ഥന ചോദിക്കുന്നു. അവൻ വളരെ സ്നേഹത്തോടെ അവർക്ക് പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുന്നു. എത്ര മനോഹരമായ രംഗമാണിത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ചോദ്യത്തിൽ തന്നെ ധ്യാനിക്കാൻ ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട്. ഈ പ്രാർത്ഥന മറന്നു പോകുന്ന ഒരു തലമുറ എല്ലാ കാലഘട്ടത്തും ഇന്നുണ്ട്. ദൈവത്തോട് വിളിക്കാൻ മറന്നു പോകുന്ന, കുറച്ചും കൂടി ദൈവവുമായി അടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറയുടെ ശാപത്തിനിടയിൽ വളരെ മനോഹരമായി ധ്യാനിക്കാൻ കിട്ടിയ ഒരു ചിന്തയാണ് ശിഷ്യന്മാരുടെ അഭ്യർത്ഥന. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ നീ പഠിപ്പിക്കണമേ. എല്ലാ കാലഘട്ടത്തുമുള്ള ഈ ഒരു പ്രാർത്ഥനയുടെ ആവശ്യത്തിന് ക്രിസ്തുനാഥൻ തുടക്കം കുറിച്ചത് ഇങ്ങനെയൊരു വാക്കോടുകൂടിയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈ വാക്ക് ആ തലമുറയ്ക്ക് ഒട്ടും പരിചിതമായ വാക്കൊന്നുമല്ല. കാരണം ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കാൻ ഭയപ്പെട്ടിരുന്ന പഴയ നിയമത്തിലെ ഒരു ജനത്തിന് മുമ്പിൽ പുതിയ നിയമത്തിൽ ക്രിസ്തു പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾക്ക് അവനെ ദൈവമേ എന്ന് വിളിക്കാനൊക്കെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക, പക്ഷേ കുറച്ചും കൂടി പിതാവേ എന്നൊക്കെ വിളിക്കണം. കാരണം സ്വർഗസ്ഥന് എനിക്കൊരു അപ്പനുണ്ട്. ആ അപ്പൻ ഇനി എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. ഈ ബന്ധങ്ങളൊക്കെ ഇനി മുതൽ രക്തബന്ധവും കർമ്മബന്ധവും അതിനേക്കാളും ഉപരി ഒരു സ്നേഹബന്ധമാണെന്നൊക്കെ ഓർമ്മിപ്പിച്ച വാക്കാണിത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പരസ്പരമുള്ള നമ്മുടെയൊക്കെ സ്നേഹത്തിൻ്റെ ആഴത്തിനിടയിൽ നമുക്കൊരു പിതാവുണ്ട്. നമ്മളെല്ലാവരെയും നിയന്ത്രിക്കാൻ ഒരു പിതാവ് സ്വർഗത്തിൽ നമുക്കുണ്ട്. ഇങ്ങനെ ഈ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ പിന്നീടുള്ളതെല്ലാം ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന വാക്കുകളാണ്. അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം. ഇങ്ങനെ അങ്ങയോടുള്ള, സ്വർഗത്തോടുള്ള സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ വാക്കുകൾ. പിന്നീട് നമ്മളുടെ ചില ആവശ്യങ്ങൾ, അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നീ തരണം, ഞങ്ങളെ തിന്മയിൽ നിന്നൊക്കെ നീ കാത്തുകൊള്ളണം. ഇങ്ങനെ ഒരപ്പനോട് ഒരു മക്കൾ ചോദിക്കുന്ന നിസ്സഹായതയുടെ പ്രാർത്ഥനയും വളരെ സ്നേഹത്തിൻ്റെ ചില വാക്കുകൾ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ആത്മബന്ധമാണ്. നമ്മളൊക്കെ ദൈവത്തെ മറന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയുടെ ഇടയിലാണ് ജീവിക്കുന്നത്. മനുഷ്യർ ദൈവത്തെ കൂടാതെ പലതും ചെയ്യാനും പ്രവർത്തിക്കാനും തുടങ്ങി എന്നുള്ളതാണ് ഈ തലമുറയുടെ ഒരു ശാപം. ദൈവത്തെ മാറ്റി നിർത്തി എങ്ങനെ ജീവിക്കണമെന്ന് മനുഷ്യർ പഠിക്കുന്നു, അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ സുവിശേഷ ഭാഗം നമ്മൾ വായിക്കുന്നത്. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യൻ എന്തുകൊണ്ട് ദൈവത്തെ മറന്നു പോകുന്നു, പ്രാർത്ഥനകൾ മറന്നു പോകുന്നു? കുഞ്ഞുനാളിൽ നമ്മളൊക്കെ ആദ്യ കുർബാന സ്വീകരിക്കുന്ന അവസരത്തിൽ ഈ പ്രാർത്ഥനകളൊക്കെ കാണാതെ പഠിച്ചിട്ട് ഇപ്പോൾ ആ പ്രാർത്ഥനകൾ എന്തുമാത്രം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടുന്നുണ്ട്, എന്തുമാത്രം ദൈവത്തുള്ള ബന്ധം ആഴപ്പെടുന്നുണ്ട്. ഒത്തിരിയേറെ ചോദ്യങ്ങൾ ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് ധ്യാനിക്കാനുണ്ട്. പ്രിയമുള്ളവരെ, കുറച്ചും കൂടി ഈ സുവിശേഷ ഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഒരപ്പ എന്നുള്ള വിളിക്ക് നമുക്ക് എന്തുകൊണ്ട് ആഴമില്ലാതെ പോകുന്നു, അതിനൊരു ഹൃദയത്തിന് കഠിനമില്ലാതെ പോകുന്നു, ഒരു ധൈര്യമില്ലാതെ പോകുന്നു? കാരണം എവിടെയോ പറ്റിപ്പോയ അപ്പനോടുള്ള സ്നേഹത്തിൻ്റെ പിന്നീട് മക്കൾക്ക് എങ്ങനെ അപ്പ എന്ന് വിളിക്കാനാകും? ഇന്ന് ഈ ഭൂമിക്കാവശ്യം ഒരപ്പ എന്നുള്ള വിളിയിൽ തൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്താറുള്ള മക്കളുടെ സ്നേഹമാണ്. നമുക്ക് അങ്ങനെ ഒരു സ്നേഹം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദന. ആ ഒരു വേദന ഉണ്ടാകാതിരിക്കാൻ കുറച്ചും കൂടി ക്രിസ്തുവിനെ സ്നേഹിക്കാനും സ്വർഗസ്ഥനായ പിതാവിനെ സ്നേഹിക്കാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.